ലോകം ഒരു സർക്കസ് കൂടാരമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സർക്കസ് കൂടാരത്തെ നിയന്ത്രിക്കുന്ന ആ സർക്കസ് കൂടാരത്തിൽ ഒബാമയുണ്ട്, അതുപോലെ തന്നെ നരേന്ദ്രമോദിയുണ്ട്, നവാസ് ഷെരീഫുണ്ട്, സൽമാൻ രാജാവുണ്ട്. അവിടെ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ബിജെപിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ വലിയ രാഷ്ട്രീയ മതങ്ങളുണ്ട് കേട്ടോ. വെട്ടാൻ പറ്റുന്ന ISIS-ഉം ചുട്ടുകരിക്കാനും പള്ളി പൊളിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ കൈകാര്യം ചെയ്യാനും പറ്റുന്ന 2 SS. പിന്നുണ്ടായിരുന്ന SS ഹിറ്റ്ലറുടെ രഹസ്യാന്വേഷണ പോലീസ് SS ആയിരുന്നു. ISIS, RSS, SS. എന്താണ് ഇതിന്റെ സംഗതി എന്നറിയില്ല. SS കൂടുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു സംഗതി. ISIS-ഉം RSS-ഉം ഒരേ സന്തതിയാണ്. ഒരു തെറ്റിദ്ധാരണകൾ വെക്കണ്ട. ഈ സർക്കസ് കൂടാരത്തിൽ ആഗോള കോർപ്പറേറ്റ് മേധാവികൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സർക്കസ് കൂടാരത്തില് വളരെ ഭീകരമായ രംഗങ്ങൾ സൃഷ്ടിക്കാനുള്ള, അങ്ങനെയുണ്ടല്ലോ സർക്കസിലെ ചില രംഗങ്ങളുണ്ടാവും നമ്മളെ ഭീതിപ്പെടുത്തുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടാവും സർക്കസിൽ. ആ ആഗോള രോഗരാഷ്ട്രീയത്തിലെ സർക്കസ് കൂടാരത്തിൽ ഭീകരമായ പ്രകടനങ്ങൾ നടത്താൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സംഘങ്ങളാണ് RSS-ഉം ISIS-ഉം രാമസേനയും ജയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ മുത്തലിഖ് സേനയും ഹനുമാൻ സേനയും. രാമസേന എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പേരില്, ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ സേന. മുഹമ്മദ് സേന എന്നാ പറഞ്ഞതിന്റെ അർത്ഥം മുഹമ്മദ് നബിന്റെ പേരില്, ഇവിടെ രാമന്റെ പേരില് രാമസേന, പിന്നെ ഹനുമാൻ സേന, പിന്നെ ലഷ്കറെ തൊയ്യബ. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ആഗോള രാഷ്ട്രീയത്തിൽ വളരെ വൃത്തിയിൽ ഈ കാര്യം അവർ ചുട്ടുകരിച്ചു കൊടുക്കും. നമ്മളെവിടെ ഉണ്ടാവും, ഇവിടെ ചുട്ടത് കിട്ടും, പൊരിച്ചത് കിട്ടും, അടിച്ചു കൊന്നത് കിട്ടും, ഏതൊക്കെ ഐറ്റം. ഞാൻ അതിനെ ബാക്കിയുള്ളവരതിന്റെ മറ്റൊരു തലങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, അതോടെ ഇപ്പൊ പോണില്ല. എന്നതുപോലെ ഈ സർക്കസ് കൂടാരത്തിൽ നിങ്ങൾ വന്നാൽ അവിടെ ISIS സിറിയയിലും ഇറാഖിലും മികച്ച പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു തരും. ഇവിടെ നിങ്ങൾക്ക് RSS-ന്റെ കാർമ്മികത്വത്തിൽ നല്ല അന്താരാഷ്ട്ര കേരളത്തിന്റെ അകത്ത് RSS-ന് വേറെ തന്നെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിലേക്ക് നമ്മൾ കടന്നു പോണില്ല. ഇപ്പൊ ഇടക്കാലത്ത് ചർച്ച വന്നിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട RSS-ന്റെ പാരമ്പര്യം എന്താണ്, എന്തിനാണ് ഇത് ഇന്ത്യയിൽ രൂപം കൊണ്ടത്, എന്തായിരുന്നു അതിന്റെ ചരിത്ര പശ്ചാത്തലം. ഞാനതിന്റെ എല്ലാ വശങ്ങളിലേക്കും ഇപ്പൊ കടന്നു പോകാൻ പോടില്ല. നാഗ്പൂരിലാണ് അത് ഉണ്ടായത്. നാഗ്പൂരിൽ അത് ഉണ്ടാകാനുള്ള കാരണം ബാബാ സാഹിബ് അംബേദ്കറും മഹാത്മാ ഫൂലെയും കൂടിയിട്ട് മഹാരാഷ്ട്രയിലെ ദലിതുകളെ സംഘടിപ്പിച്ചു, പിന്നോക്ക വിഭാഗങ്ങളെ സംഘടിപ്പിച്ചു. ആ പിന്നോക്ക വിഭാഗങ്ങളുടെ അംബേദ്കറുടെയും മഹാത്മാ ഫൂലെയുടെയും ഒക്കെ നേതൃത്വത്തിൽ പുതിയ ഒരു രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിലാണ് RSS സിപ്പാവൻ ബ്രാഹ്മണന്മാരെന്ന് പറയുന്ന നരവംശ ശാസ്ത്രമനുസരിച്ച് ഇസ്രായേലുമായിട്ട് അസാമാന്യമായ ബന്ധമുള്ള എഴുകേവർ അതായിരുന്നു, ഗോൾവാൾക്കർ അതായിരുന്നു, നമ്മുടെ നിതിൻ ഗഡ്കരി അതാണ്, ഇപ്പൊ മോഹൻ ഭാഗവത് അതാണ്. ഇപ്പറയുന്ന രീതിയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ബ്രാഹ്മണ വർഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ ജനിതക പാരമ്പര്യം അനുസരിച്ച് ഇസ്രായേലുമായിട്ട് പോലും നരവംശബന്ധം പുലർത്തുന്ന ഒരു ഗ്രൂപ്പ് അവർ ഈ സംഘടന ഉണ്ടാക്കി, അവർ RSS ഉണ്ടാക്കി. ശരിക്കത് ഉണ്ടാക്കിയത് അംബേദ്കർക്കെതിരെയാണ്, മഹാത്മാ ഫൂലെക്കെതിരെയാണ്, ഇന്ത്യയിലെ ദലിത് മുന്നേറ്റങ്ങൾക്കെതിരെയാണ്. കാരണം അതിനെ ചുട്ടരിക്കാനും അതിനെ എന്താണ് കഴിച്ച എച്ചിലുകളിൽ ഉരുളാനും ബാക്കിയുള്ള സംഗതികളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്ന സവർണ വർഗത്തിന് അവരുടെ ആധിപത്യവും അധികാരവും ഒക്കെ നിലനിർത്താൻ അതിനെതിരെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ കൃത്യമായി ഭയപ്പെട്ടതുകൊണ്ട് RSS രൂപീകരിച്ചു. മറാഠിലെ മുസ്ലിങ്ങൾ കൂടുതലില്ലേ, അവിടെ മുസ്ലിം വിരുദ്ധത കിട്ട മറ്റേനാണ് മർശനാണ് ആ സാധനം ഉണ്ടായി. പിന്നെ അതെങ്ങനെ ഉണ്ടായി, പിന്നെ ബാക്കി ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചു കൊണ്ടു. ഇപ്പൊ എന്താ ആശങ്കറിന്റെ പ്രതിമ ഇവിടെ എടുക്കേണ്ട ഗതികേട് വരുന്നത്, പട്ടേലിനെ കൊണ്ടുപോയിട്ട് ഗുജറാത്തിലെ നാട്ടേണ്ടത് വരുന്നത് എന്താ? ആരാണ് ഇതിന്റെ നേതാവ്? ഇന്ത്യക്കാരനെ മൊത്തം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവ് BJPക്കുണ്ടോ? ഉണ്ടോ? RSS-നുണ്ടോ? ഗാന്ധിയെ കിട്ടണം, അംബേദ്കറെ കിട്ടണം, നാരായണ ഗുരുവിനെ കിട്ടണം, അതുപോലെ തന്നെ ശങ്കരനെ പോലും കൊണ്ടുപോയിട്ട് വെക്കണം. കിട്ടാവുന്ന ഏതൊരു കേളപ്പജയും മാധവമേനോനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ കൊണ്ടുപോയിട്ട് വരെ വെക്കും. ചിലപ്പോ ഞങ്ങളുടെ ആളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അതിലേക്ക് കടന്നു പോണില്ല. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം വേറെ ചർച്ച ചെയ്യേണ്ടതാ. അദ്ദേഹത്തിന്റെ ഫയൽ RSS-ന്റെ കയ്യിലുണ്ടാവുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. വെള്ളാപ്പള്ളി വെറുതെ കുടുങ്ങിപ്പോയതാ. വെള്ളാപ്പള്ളിക്ക് ഇനി തലവരാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മൈക്രോ ഫൈനാൻസും അദ്ദേഹത്തിന്റെ ശാശ്വതീകാനന്ദയും ഒക്കെ ഉണ്ടാവുക ഫയല് RSS-ന്റെ കീശല. അതുകൊണ്ട് വെള്ളാപ്പള്ളി വരച്ച വരയിൽ നിന്നോ. ഞങ്ങൾ പറയുന്ന ഓപ്പറേഷന് ഇന്ത്യയിലെ നടത്തി തന്നിട്ടില്ലെങ്കിൽ ഉപ്പുവെള്ളം ചുക്കുവെള്ളമൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കുടിപ്പിക്കും, ഒലക്ക വിഴുങ്ങിക്കും, ഒരലിലിട്ടിട്ട് ഇടിച്ചുടക്കം ചെയ്യും. അതുകൊണ്ട് CPM-ന് ഇതിനത് കഴിയില്ല. അത് കോൺഗ്രസിനൊന്നും ആ കളി കളിക്കാൻ കഴിയില്ല. കളിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ കളിക്കാം, അങ്ങനെ പോകാൻ കഴിയില്ല. കേവലം തർക്കം നടത്തും. പക്ഷെ BJP പഠിപ്പിക്കും, RSS പഠിപ്പിക്കും. അതിന്റെ രാഷ്ട്രീയ പിട്ടൂരം അങ്ങനെയാണ്. വളരെ കൃത്യമായ ലൈനുണ്ട്. വ്യക്തികളെ തകർക്കാൻ, പ്രസ്ഥാനങ്ങളെ തകർക്കാൻ, അതിനെ വലയിട്ട് പിടിക്കാൻ